മിസ്റ്റർ നന്നായി സിനിമ കാണുന്ന പാട്ടൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ് കേട്ടോ ഹരി. ഹരിയുടെ പാട്ടുകളൊക്കെ പിന്നെ ഞാൻ 2-3 പരിപാടിയിൽ മുമ്പിലിരുന്ന് പാട്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ കാണാറുണ്ട്. പാട്ട് കേട്ടാണ്. മിസ്റ്റർ ഏത് കൈൻഡ് ഓഫ് പാട്ടുകളാണ് കേൾക്കുക? ഞാൻ കേൾക്കുന്ന പാട്ട് കേട്ടങ്ങൾ ഞെട്ടു. ഞാൻ മൈക്കിൾ ജാക്സൺ മുതൽ മഡോണ മുതൽ എല്ലാം ഓരോ ടൈപ്പ് സ്പീഡ് പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്, സ്ലോ ഇഷ്ടമാണ്. ഇപ്പോ ചെറുപ്പത്തിലേ കേട്ട ചില പാട്ടുകളുണ്ട്. പഞ്ചാഗ്നിയിലെ സാഗരങ്ങളെ, അതിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മഴയത്ത് മുമ്പേലെ എന്തിനു വേറൊരു സൂര്യോദയം, അതെനിക്ക് ഇഷ്ടമാണ്. പിന്നെ റസൂലേ വളരെ പഴയത് 80s തുടക്കം, അതെനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഇന്നലകളെ എന്നിട്ടുള്ള പാടാൻ അറിയില്ല, പറയാനേ അറിയാം, അത് ഇഷ്ടമാണ്. പിന്നെ പവിഴമഴ പാട്ട് ആസ്വദിക്കാന്നുള്ളത് ഒരു ക്വാളിറ്റിയാണ്. ഞാനിപ്പോ ഇങ്ങോട്ട് ഇന്ന് യാത്രയിലും ഒരു 6 പാട്ടെങ്കിലും കേട്ടു. യാത്രയിൽ പാട്ട് കേൾക്കും. അത് ഇപ്പോഴല്ല, പണ്ട് മുതലേയുള്ള ശീലം. യാത്രയിൽ ഇയർഫോൺ വെച്ച് പാട്ട് കേൾക്കും. അത് കേട്ട പാട്ടായിക്കോട്ടെ പിന്നെയും പിന്നെയും കേൾക്കാം. പുതിയ സിനിമയിലെ പാട്ടിനേക്കാൾ എനിക്ക് ഒരു 90s മലയാളം പാട്ട് ഭയങ്കര അതെ അതെ. വൈശാഖ സന്ധ്യ, നാടോടിക്കാറ്റ്, 80കളുടെ അവസാനം, ഇസൈനസ് അബ്ദുള്ള, ധ്വനി, അതിലൊക്കെ പാട്ടുകൾ ഇപ്പോഴും കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ എന്റെ പാട്ട് ആദ്യം തുടങ്ങാം. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം, ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം, നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം, സാധ്യരാഗങ്ങളേറ്റു പാടുന്നു ഭൂമിയും വാനവും, സാക്ഷിയായി ഭാവുകങ്ങളേകും ശ്യാമമേഘങ്ങളും, പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ, നീ മൂടുമോ വെൺപനിമതിവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ, എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. ഏതായാലും നമ്മൾക്ക് പുറത്ത് മഴയാണ്, നമ്മുടെ പറ്റിയൊരു പാട്ടായിരുന്നു. നല്ല രസാ പാട്ടായിരുന്നു. ഒരുവിധം എല്ലാ സിനിമയും കാണുന്ന ഒരാളാണല്ലേ? സിനിമ ഒരുവിധമൊക്കെ കാണും. ഇപ്പം ഈ സിനിമയില് ഏതൊക്കെ ഇപ്പോഴും ഞാൻ സിനിമാ തിയേറ്ററിൽ പോയിട്ടാണ് കാണാറ്. സിനിമാ തിയേറ്ററിൽ രാത്രി സെക്കൻഡ് ഷോ തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും ഒരുപാട് തിയേറ്ററിൽ രാത്രി ഇഷ്ടപ്പെട്ട സിനിമയൊക്കെ പോയി റിലീസ് ചെയ്ത സമയത്ത് ഒഴിവ് കിട്ടിയ പോയി.